ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ടു സന്ധ്യാസ് വ്ളോഗ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് നമ്മൾ എങ്ങോട്ടാണെന്നറിയോ പോകുന്നത്? തൃശ്ശൂരിലെ സൂയിലേക്കാണ്. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സൂ ആണിത്. ഒരുപാട് മൃഗങ്ങളും അതുപോലെ ഇഴജന്തുക്കളും ഈ സൂയിലുണ്ട്. ഇഴജന്തുക്കൾക്ക് മാത്രമായിട്ട് സെപ്പറേറ്റ് ഒരു ഭാഗമാണ് ഇവിടെയുള്ളത്. കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ നല്ലൊരു പാർക്കും ഉണ്ട് കേട്ടോ ഇവിടെ. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ടിക്കറ്റ് കൊടുക്കുന്ന ടൈമിംഗ്. ഈ ടൈമിനുള്ളിൽ അകത്തേക്ക് പ്രവേശിച്ചിട്ടുള്ളവർക്ക് 6 മണി വരെ സൂവിനകത്ത് നിൽക്കാം. 5 മണി കഴിഞ്ഞാൽ പുതിയ ആളുകൾക്ക് ടിക്കറ്റ് കൊടുക്കുന്നതല്ല. മുതിർന്നവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 11 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 5 രൂപയുമാണ് ചാർജ്. എല്ലാ മാസവും 2-ാം തീയതി മുതൽ 6-ാം തീയതി വരെ കുട്ടികൾക്ക് ഫ്രീ ആണ്. അപ്പം നമുക്കൊന്ന് ഈ സൂയിലൊന്ന് പോയി നോക്കിയാലോ? മൃഗങ്ങളെയൊക്കെ ഒന്ന് കണ്ട് നമുക്കൊന്ന് എൻജോയ് ചെയ്ത് തിരിച്ചു വരാം. അപ്പോൾ എൻ്റെ കൂടെ നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഇൻവൈറ്റ് ചെയ്യുവാണ് ഈ സൂയിലേക്ക്. പോകാനോ നമുക്ക്? വരും. സൂവിൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ. ഇവിടെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്, റേറ്റൊക്കെ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തു. ഇനി നമ്മളിത് എൻട്രൻസിന് കയറുകയാണ്. നമ്മൾ എൻട്രൻസിൽ നിന്ന് കയറി ഫസ്റ്റ് ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് റോസ് റിങ്ഡ് പാരക്കീറ്റ്, മോതിരത്തത്ത എന്ന് പറയും കേട്ടോ. അതാണ് ഈ കൂട്ടിലുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതേ ഇരിക്കണു നമ്മുടെ ഇതാണ് തത്തമ്മ, അതായത് മോതിരത്തത്ത കേട്ടോ, അതാ അതിന് പറയുന്നത്. നോക്കൂ, ഇതിൻ്റെ ലൈഫ് സ്പാൻ 70 തൊട്ട് 80 വർഷം വരെയാണ് കേട്ടോ. ഇത് ആൺതത്തകളിൽ ഇരുണ്ട നിറത്തിൽ കഴുത്തിന് ചുറ്റും ഒരു വളയം കാണപ്പെടുന്നു. കുഞ്ഞുങ്ങൾക്കും പെൺപക്ഷികൾക്കും ഇത് വ്യക്തമല്ല. തത്തേനെ, അതായത് മോതിരത്തത്തയെ കണ്ടു കഴിയുമ്പോൾ സ്ട്രെയിറ്റായിട്ട് നമ്മൾ നടന്ന് നമ്മൾ ഈ റൈറ്റിലേക്ക് തിരിയുമ്പോൾ അവിടെ കാണുന്ന എന്താ നമുക്ക് നോക്കാം. ഈ സൈഡിലായിട്ടാണ് പഞ്ചവർണ്ണ തത്ത, അതുപോലെ ആഫ്രിക്കൻ ചാരത്തത്ത. ഇത് രണ്ടും ഇങ്ങോട്ട് നമ്മൾ സൈഡിലേക്ക് തിരിഞ്ഞ് വരുമ്പോൾ കാണുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇത് രണ്ടും എവിടെ ഇരിക്കണമെന്ന്. ഇതാണ് ആഫ്രിക്കൻ ചാരത്തത്ത. ആഫ്രിക്കൻ ചാരത്തത്തയാണ് ഈ ബ്രൗൺ കളറ്. അതേപോലെ തന്നെ ഇവിടെ ഇരിക്കുന്നതാണ് പഞ്ചവർണ്ണ തത്ത. കണ്ടോ? ഇതിൻ്റെയൊക്കെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടാവുമായിരിക്കും അല്ലേ? അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് റിയ അമേരിക്കാന എന്നാണ് ഇതിൻ്റെ പേര്. തെക്കേ അമേരിക്കയിലെ തെക്ക് കിഴക്കൻ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഒരു പക്ഷിയാണ് കേട്ടോ ഇത്. ഇതിൻ്റെ പ്രത്യേകത കൂട് നിർമ്മിക്കുന്നതും മുട്ടയ്ക്ക് അടയിരിക്കുന്നതും ആൺപക്ഷിയാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമുക്കിതേ ഒരുപാട് റിയ എന്ന് പറഞ്ഞ പക്ഷികൾ എല്ലാവരും കൂട്ടം കൂടുന്ന വെള്ളം കുടിക്കുകയാണ്. റിയ അമേരിക്കാന എന്ന പക്ഷീനെ കണ്ട ശേഷം നമ്മൾ നേരെ സ്ട്രെയിറ്റായിട്ട് ഇങ്ങനെ നടക്കുവാണ്. നടക്കുമ്പോൾ നല്ലൊരു ബാമ്പൂ മരമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല സീനറിയും കൂടിയുണ്ട് നമ്മുടെ ഈ സൂവിൽ. ഇതിൽ കൂടി ഇങ്ങനെ നടന്ന് നമുക്ക് പോകാം. അപ്പോൾ അതാ നമ്മൾ കണ്ട റിയയാണ് ഈ നിൽക്കുന്നതെല്ലാം. എല്ലാവരും വെള്ളവും കുടിച്ച് ഇപ്പോഴും അവിടെ വെള്ളമൊക്കെ കുടിച്ച് നിൽക്കുവാണ്. നമുക്ക് ഈ സൈഡിൽ കൂടി അങ്ങോട്ട് നടക്കാം. അടുത്തത് നമ്മളിവിടെ കാണുന്നത് വൈറ്റ് നെക്ഡ് സ്റ്റോർക്ക്, കരിങ്കൊക്ക് എന്ന് പറയും, കന്യാസ്ത്രീ കൊക്കെന്നും പറയും. 20 മുതൽ 25 വർഷം വരെ ഇവർക്ക് ആയുസ്സുണ്ട്. ഇരിക്കണം കേട്ടോ. ഇതാണ് കരിങ്കൊക്ക്.
അടുത്തത് നമ്മൾ കാണുന്നത് ഇവിടെ ചക്കിപ്പരുന്തിനെയാണ്. ഗരുഡൻ എന്നും കൂടി പറയും. 10 വർഷം മുതൽ 15 വർഷം വരെ ആയുസുണ്ട്. നമുക്ക് നോക്കിയാലോ. ഇതാണ് ചക്കിപ്പരുന്ത്. നോക്കാം. ഞാൻ ഇരിക്കുന്നു കേട്ടോ. ഇതാണ് ചക്കിപ്പരുന്ത്. അടുത്ത് നമ്മൾ കാണുന്നത് കൂമൻ എന്ന് പറയും. ബ്രൗൺ ഫിഷ് ഔൾ. അത് കുറച്ച് അധികം ഉണ്ട് കേട്ടോ. ഇവിടെ മൂങ്ങകൾ ഒരുപാടുണ്ട് ഇതിനകത്ത്. ഇവയുടെ പ്രത്യേകത എന്താണെന്നറിയോ? പെൺപക്ഷികളെ അപേക്ഷിച്ച് ആൺപക്ഷികൾക്ക് വലിപ്പം കുറവായിരിക്കും. അപ്പോൾ നമ്മളിതാ ഔളിനെ, അതായത് കൂമൻ, അത് ഇവിടെ കണ്ട ശേഷം പിന്നെ നമ്മളിത് സ്ട്രെയിറ്റ് അങ്ങോട്ട് നടക്കുവാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്നറിയോ? ഓരോ 2 മിനിറ്റ് കൂടുമ്പോഴും ഒരുപാട് ബെഞ്ചും ഇരിക്കാനുള്ള സൗകര്യങ്ങളും അതുപോലെ തന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റീസും എല്ലാം ഈ സൂവിലുണ്ട് കേട്ടോ. ഇവിടെ ഒരു ചെറിയൊരു കുഞ്ഞ് മരങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ചൊരു വ്യത്യസ്തമായ കുറച്ച് മരങ്ങളുണ്ട്. രാമച്ചം, നീർമാതളം, അങ്ങനെ കുറച്ച് മുള്ളാത്ത കുറച്ച് മരങ്ങളും അതിനൊരു കുഞ്ഞ് കുളം പോലെയുണ്ട്. ഇത് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയേക്കണം കേട്ടോ. ചെറിയ അരയന്നൊക്കെ വെച്ചൊരു ഭംഗിയിൽ ചെറിയൊരു കുളം പോലെയുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതെല്ലാം കണ്ടു. ഇനി നമുക്ക് നേരെ അങ്ങോട്ട് നടക്കാം. നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ അടുത്തതായി കാണുന്നത് മുള്ളംപന്നികളെയാണ്. അപ്പോൾ അതാ കുറേ ഉണ്ട് കേട്ടോ. ഒരു 4-5 എണ്ണം ഉണ്ട്. അപ്പോൾ അതുങ്ങളെ ഒന്ന് കണ്ടു നോക്കാം. ഇവിടെ കാണുന്നത് ജാക്കലാണ്. കുറുക്കനാണിത്. നോക്കിക്കോ, കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ അല്ലേ? ഇനി അടുത്തത് നമ്മൾ കാണുന്നത് കുറുക്കൻ തന്നെയാണ്. നമ്മൾ ഒരു 3 കുറുക്കൻ അതൊരു കൂട്ടിലിട്ടിട്ടുണ്ട്. അത് കൂടാണ്ട് വലിയൊരു പ്ലേസിൽ തുറന്ന സ്ഥലത്തായിട്ട് അത് ചെറിയൊരു മതിൽക്കെട്ട് പോലെ ഇട്ടിട്ട് അതിനകത്ത് ഒരുപാട് സ്ഥലമുണ്ട്. അതിനകത്ത് ഒരു 5-6 കുറുക്കന്മാർ വേറെയും ഉണ്ട്. ഇത് കണ്ടോ, ഇന്ത്യൻ ജാക്കൽ കുറുക്കൻ എന്നാണ് എഴുതിയേക്കുന്നത്. ഇതിന് ഇതാ നടന്നു പോകുന്നുണ്ട്. ഇതിനകത്തുകൂടി 2-3 എണ്ണം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പേവിഷ വൈറസിൻ്റെ പ്രധാന വാഹകനാണ് ഈ കുറുക്കൻ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കുറുക്കനെയൊക്കെ കണ്ട് ഈ സൈഡിലെല്ലാം നല്ല നല്ല ചെടികളും അതുപോലെ മരങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. മനോഹരമായ കാഴ്ച തന്നെയാണ് ഈ സൂവിൻ്റെ അപ്പുറവും സൈഡിലും ഇപ്പുറത്തെ സൈഡിലെല്ലാം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ നടക്കും. നേരെ നടന്ന് ആ കാണുന്നതാണ് ഇവിടുത്തെ ആർട്ട് മ്യൂസിയം. അപ്പോൾ നമുക്ക് അത് ഞാൻ വേറൊരു വീഡിയോയിലായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ആനിമൽസിനെയും അതുപോലെ ജന്തുക്കളെയും എല്ലാം കാണാം ഈ വീഡിയോയിൽ. മ്യൂസിയത്തിൻ്റെ കാര്യം അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം കേട്ടോ. നടന്നു പോകുന്ന വഴിയിൽ കണ്ടൊരു പ്രത്യേകതയാണ് കേട്ടോ. പാല, ഡെവിൾ ട്രീ എന്നറിയപ്പെടും. ഇതാണ് പാലമരം. ഇതാണ് തൃശ്ശൂരിലെ ആർട്ട് മ്യൂസിയം. അത്തേക്ക് നമുക്ക് വരാം. വേറൊരു എപ്പിസോഡിൽ ഇത് ഞാൻ കാണിക്കാം.
നെക്സ്റ്റ് എപ്പിസോഡിൽ തന്നെ കാണിക്കാം കേട്ടോ. ഇതിൻ്റെ ചുറ്റും നല്ല ഭംഗിക്ക് ഒരുപാട് പൂക്കളും എല്ലാം ഉണ്ട് കേട്ടോ. നമ്മളിത് ചുറ്റി ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ കാണുന്നതാണ് പന്നിമാൻ, ഹോഗ് ഡിയർ എന്ന് പറയും. അതാണ് ഈ ആർട്ട് മ്യൂസിയത്തിൻ്റെ സൈഡിലുള്ളത്. പന്നിമാനും ഉണ്ട്, അതിൻ്റെ അപ്പുറത്തെ കൂടുതലായിട്ട് ഓസ്ട്രിച്ചും ഉണ്ട്. അതാണ് നമ്മുടെ ആർട്ട് മ്യൂസിയത്തിൻ്റെ സൈഡിൽ കാണുന്നത്. കണ്ടോ, 10 മുതൽ 15 വർഷം വരെ ആയുസ്സുണ്ട്. മധ്യകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലാണ് കാണപ്പെടുന്നത്. കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിൽ പുള്ളികൾ കാണപ്പെടുന്നു. വളരുമ്പോൾ ഇവ അപ്രത്യക്ഷമാകുന്നു. അതാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ. അപ്പം നമുക്ക് ഈ പന്നിമാനെ ഒന്ന് കണ്ടു നോക്കാം. അപ്പം നമ്മൾ പന്നിമാനെ കണ്ടു. ഇപ്പോൾ അതേ ആർട്ട് മ്യൂസിയത്തിൻ്റെ സൈഡിൽ കൂടി പോകുമ്പോൾ കാണുന്ന അടുത്താണ് നമ്മുടെ ഒട്ടകപ്പക്ഷി, ഓസ്ട്രിച്ച് കേട്ടോ. അപ്പോൾ നമുക്ക് ഓസ്ട്രിച്ചിനെ കാണാം. ഒട്ടകപക്ഷിയുടെ കണ്ണുകൾ അവയുടെ തലച്ചോറിനേക്കാൾ വലുതാണ് എന്നാണ് ഇവരുടെ ഒരു പ്രത്യേകത കേട്ടോ. ഇനി അടുത്തത് നമ്മൾ കാണുന്നത് കൃഷ്ണമൃഗമാണ്. ഇത് നോക്കൂ, ഇവയ്ക്ക് കഴിക്കാനായിട്ട് എനിക്ക് തോന്നുന്നു പ്ലാവലിയാന്ന് തോന്നുന്നു ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ. ഒരുപാട് എണ്ണം ഒരുമിച്ച് നിന്ന് കഴിക്കുകയാണ് എല്ലാവരും. കൃഷ്ണമൃഗത്തിനെയൊക്കെ കണ്ട് നമ്മളിതേ പോരുമ്പോൾ അടുത്തത് കാണാൻ പോകുന്നത് ഹിപ്പോപ്പൊട്ടാമസിനെയും കലമാനെയാണ്. കലമാന വേറൊരു പേരാണ് സാമ്പാർ ഡിയർ കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു പാലമുണ്ട് കയറാനായിട്ട്. ഇതിൽ കൂടി കയറി ചെല്ലുമ്പോഴാണ് ഹിപ്പോനെ കാണുന്നത്. ഈ ഒരു സ്റ്റെപ്പ് കയറി ഇറങ്ങുമ്പോഴാണ് നമ്മുടെ സാമ്പാർ ഡിയർ ഉള്ളത് കേട്ടോ. ഇതാണ് സാമ്പാർ ഡിയറിൻ്റെ ഇവിടെ നമ്മൾ എത്തിയിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത ഇന്ത്യയിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ മാനാണിത്. കാണിച്ചു തരാം. എല്ലാവർക്കും ഒരേപോലത്തെ ഇലകൾ തന്നെയാണ്. പ്ലാവിൻ്റെ ഇലയാന്ന് തോന്നുന്നത് എല്ലാവർക്കും കൊടുക്കുന്നത് കേട്ടോ. കൃഷ്ണമൃഗത്തിനും അതേ, സാമ്പാർ ഡിയറിനും അതെല്ലാം ഒരേപോലത്തെ ഇലകളാണ് കൊടുക്കുന്നത്. ഈ കൊമ്പില്ലാത്തത് ഫീമെയിലും കൊമ്പുള്ളത് മെയിലുമാണ്. ഇതിൽ നിന്ന് 2-3 കൊമ്പുള്ളതിന് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്, കൊണ്ട് ഇട്ടേക്കുമെന്ന് തോന്നുന്നു. ശരിക്കും മെയിൽ സാമ്പാർ ഡിയറൊക്കെ അപ്പുറത്തെ കൂടുതലാണ്, പക്ഷേ 3-4 ഇതിനകത്തുണ്ട്. സാമ്പാർ ഡിയറിനെ കണ്ടു. നമ്മൾ നേരെ അങ്ങോട്ട് നടക്കുവാണ്. ഈ വണ്ടി കണ്ടോ, ഇവർക്ക് പുല്ലും എല്ലാം കൊണ്ടുവരുന്ന വണ്ടിയാണ് കേട്ടോ ഇത്. നമ്മൾ ഹിപ്പോയിൻ്റെ അടുത്തേക്ക് ചെല്ലണതിന് മുമ്പ് കാണുന്നൊരു മരമാണ് കേട്ടോ ഇത്. ഈ മരത്തിൻ്റെ പേര് നാഗലിംഗ മരം എന്നാണ്. ഒരുപാട് പൂക്കൾ ഇതിൻ്റെ താഴത്ത് ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. ഇതിങ്ങനെ കമ്പിയൊക്കെ വെച്ച് പ്രൊട്ടക്റ്റ് ചെയ്തേക്കുവാണ് ഈ മരത്തിന്. നമ്മൾ ആ നാഗലിംഗ മരമൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കണ്ട സാമ്പാർ ഡിയറിൻ്റെ മെയിൽസ്
എല്ലാവരും ദാ അപ്പുറത്തെ കൂടിലുണ്ട്, കണ്ടോ. ഇതാ സാമ്പാർ ഡിയറിൻ്റെ മെയിൽസാണ് കേട്ടോ. ഇനി അടുത്തത് നമ്മൾ കാണാൻ പോണ ഹിപ്പപ്പൊട്ടാമസിനെയാണ്. ഇതിൻ്റെ പ്രത്യേകത 45 മിനിറ്റ് വരെ വെള്ളത്തിനടിയിൽ ശ്വസിക്കാതെ കിടക്കാൻ കഴിവുണ്ട്. നമുക്കൊന്ന് പോയി കാണാം. ഇതാ നോക്കൂ, ഇതിനകത്ത് ഹിപ്പപ്പൊട്ടാമസാണ് വെള്ളത്തിൽ കിടക്കണത് കേട്ടോ. മുങ്ങിക്കിടക്കുവാണ്, കണ്ടോ. ഇനി വേറെ അപ്പുറത്തും ഉണ്ട്, നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം. ഇവിടെ നമ്മളൊരു ഹിപ്പപ്പൊട്ടാമസിനെ കണ്ടല്ലോ വെള്ളത്തിൽ. അത് കൂടാതെ വേറെ 2 പേര് കൂടിയുണ്ട് ഹിപ്പോസ്. അതിൻ്റെ ഒന്നിൻ്റെ പേര് രശ്മി എന്നും ഒന്നിൻ്റെ പേര് പോപ്പി എന്നുമാണ്. വേറെ 2 ഹിപ്പോയാണ് വെള്ളത്തിലുള്ളത് കേട്ടോ. അതാണ് ഈ രശ്മിയും പോപ്പി എന്ന് പറഞ്ഞത്. നമ്മളിപ്പോൾ പോയി കണ്ടത് വേറെ ഒരെണ്ണം. നമ്മൾ മൊത്തം 3 ഹിപ്പോസാണുള്ളത് വെള്ളത്തിൽ കിടന്ന്. ഞാനിപ്പോൾ സൂം ചെയ്ത് കാണിക്കാം. എന്താ 2 പേരുണ്ട്, ഇത് രശ്മിയും ഇത് പോപ്പിയും. ഇത് ഹിപ്പോൻ്റെ വായിക്ക് അകമാണ് കേട്ടോ. ഇവരിങ്ങനെ ടാപ്പിൽ നിന്ന് ഒരു പൈപ്പിൽ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ വെള്ളത്തിൽ കിടക്കുവാണ്. ചില സമയത്ത് വെള്ളം വായിലേക്ക് വീഴാൻ വേണ്ടിയാണ് അത് വാ തുറന്ന് പിടിക്കുന്നത്. ഹിപ്പോനെയൊക്കെ കണ്ടു. നമ്മളിത് തിരിച്ച് നടക്കുവാണ്. തിരിച്ച് നടന്ന് ആ സ്റ്റെപ്പ് കയറി അപ്പുറത്തെ സൈഡിലെത്തിയാൽ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കാണ്. അപ്പോൾ അങ്ങോട്ടൊന്ന് പോകാം. ഈ പടികൾ നമ്മൾ കയറി വന്ന് ഇങ്ങോട്ട് വന്ന അതേ പടികളാണ്. ആ പടികളൊക്കെ ഇറങ്ങി കഴിഞ്ഞ ശേഷം നമ്മൾ സ്ട്രെയിറ്റ് നടന്ന് ലെഫ്റ്റ് സൈഡിലാണ് കുട്ടികൾക്കായുള്ള പാർക്ക്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് പാർക്കിലൊന്ന് കയറി നോക്കാം. ഇതാണ് പാർക്കിൻ്റെ എൻട്രൻസ്. നമ്മൾ പാർക്കിൽ നിന്ന് ഇറങ്ങി. ഇനി പാർക്കിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ നേരെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇവിടെ വലിയൊരു മുതലയുണ്ട്, മുതലക്കുളം. നമുക്ക് ആ മുതലക്കുളം ഒന്ന് കാണാം. ഞാൻ ഇനി വെള്ളത്തിനകത്തുണ്ട്, വെള്ളത്തിൻ്റെ അടിയിലായിട്ടാണ്. കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. അത് ഇത്രയും കൂടെ നീങ്ങി പോവുകയും ചെയ്തു ക്രോക്കോഡൈൽ കേട്ടോ. അതങ്ങോട്ട് പോയി. വെള്ളമാണെങ്കിൽ കുറച്ചൊരു അഴുക്കൊക്കെ പിടിച്ച പോലെ ചെളി പോലത്തെ ഒരു വെള്ളമാണ്. അപ്പോൾ കാണാനായിട്ട് പെട്ടെന്ന് പറ്റില്ല. അതിനകത്ത് ഉണ്ട് കേട്ടോ. ഇതാണ് മുതലക്കുളം കേട്ടോ. ക്രോക്കോഡൈൽ ഇപ്പോൾ അതിനകത്തേക്ക് കയറി അങ്ങോട്ട് പോയി. കാണാനായിട്ട് ഒട്ടും പറ്റുന്നില്ല. ഓക്കെ, മുതലക്കുളം കഴിഞ്ഞ് നമ്മളിത് നേരെ ലെഫ്റ്റിലേക്കാണ് വരുന്നത്. ലെഫ്റ്റിലേക്കുള്ള റോഡ് വഴി വരുമ്പോൾ ഇവിടം തൊട്ട് ഒരുപാട് സീറ്റുകൾ, കുറേ കസേരകൾ എന്ന് വെച്ചാൽ നമ്മുടെ പാർക്കിലേക്ക് ഇരിക്കുന്ന പോലത്തെ ഇരിക്കാനുള്ള കസേരകൾ ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ. അതുപോലെ തന്നെ ഇത് നോക്കൂ, ഒരു നല്ല ഭംഗിയുള്ള ആർച്ച് ഷേപ്പിൽ ഒരു ബാമ്പൂ മരം നിൽക്കുന്നുണ്ട്. അത് നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. ഞാൻ അവിടെ ചെന്ന് കാണിച്ചു തരാവേ. നമ്മൾ ആ കുറേ സീറ്റുകൾ കണ്ടല്ലോ ഇരിക്കാനുള്ള, അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഇതുള്ളത്. 3 പക്ഷികളാണ് ഇതിനകത്തുള്ളത്. ഒന്ന് നീർക്കാക്ക, ഒന്ന് ചായമുണ്ടി, ഒന്ന് കാലിമുണ്ടി. അപ്പോൾ നമുക്ക് ഈ 3 പേരെ ഒന്ന് കണ്ടിട്ട് വരാം. അതുകൂടാതെ ഇതിനകത്ത് പെലിക്കൺ കൂടിയുണ്ട്. അതിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, റോസി പെലിക്കൺ. ആ പെലിക്കണും ഇതിനകത്തുണ്ട്. അപ്പം നമുക്ക് ഈ റോസി പെലിക്കണേയും ഈ 3 പക്ഷികളെയും കണ്ടിട്ട് വരാം. റോസി പെലിക്കൺ. ഇതിന് ഈ സൈഡിലായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു ബാമ്പൂ മരമുണ്ട്. അത് നമുക്ക് അടുത്ത് പോയി കാണാം. ആ ബാമ്പൂ മരം കണ്ടല്ലോ അല്ലേ. ഇതാണ് റോസി പെലിക്കൺ. നമ്മൾ പെലിക്കൺ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് വെള്ളത്തിൽ ഇങ്ങനെ സ്വിം ചെയ്യുവാണ്. അതുകൂടാതെ അതിൻ്റെ സൈഡിലായിട്ടുള്ളത് നീർക്കാക്കയാണ്. ഇതിനകത്ത് മുട്ടയുണ്ട് കേട്ടോ. നീർക്കാക്കയിലാന്ന് തോന്നുന്നു. കാണുന്നുണ്ടല്ലോ അല്ലേ മുട്ട. ആ നീർക്കാക്കയുടെ മുട്ടയാണെന്ന് തോന്നുന്നത് കേട്ടോ.
ഇവിടെ നീർക്കാക്കയും പെലിക്കനും കൂടാതെ ചായമുണ്ടിയും അതുപോലെ തന്നെ കാലിമുണ്ടിയും ഉണ്ട്. അത് അവരെല്ലാവരും ഈ കൂടിൻ്റെ മുകളിലായിട്ടായിരിക്കുന്നത് കേട്ടോ. ഇതാ കാണുന്നുണ്ടാവില്ല അല്ലേ ഈ പക്ഷീനെ? ഇതാണ് ചാരമുണ്ടി. ചാര കളറാണല്ലോ ഇതിന്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് പുള്ളിമാൻ്റെ ഉള്ളത്. പുള്ളിമാൻ ഇന്ത്യൻ വനങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മാൻ എന്നാണ് അതിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ നമുക്ക് പുള്ളിമാനെ കണ്ടിട്ട് വരാം. ഇതാണ് ആ ബാംബു മരം കേട്ടോ. ആ വേരുകൾ ആ ഭാഗത്തായിട്ടാണ്, പക്ഷെ ഇത് ആർച്ച് പോലെ ഉണ്ട്. മുന്നോട്ടേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് പുള്ളിമാൻ്റെ മെയിലാണ്. നമ്മൾ നേരത്തെ കണ്ടത് പുള്ളിമാൻ ഫീമെയിൽ ആയിട്ടുള്ള പുള്ളിമാനുകളാണ്, പെൺമാനുകളായിരുന്നു. ഇത് പുള്ളിമാൻ്റെ മെയിൽസാണ്, ആൺവർഗ്ഗങ്ങളാണ്. നോക്കൂ, ആൺപുള്ളിമാനുകൾക്ക് കൊമ്പുണ്ട് കേട്ടോ. അവരും ഇതേപോലെ തന്നെ പ്ലാവല കഴിക്കുവാണ്. അപ്പോൾ ആൺപുള്ളിമാനെ കണ്ട് നമ്മൾ നേരെ വരുമ്പോൾ ഈ റൈറ്റ് സൈഡിലായിട്ട് കൊച്ചിയിലെ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന വഞ്ചികൾ എന്ന് പറഞ്ഞ് ഒരു പിക്ചർ വെച്ചിട്ടുണ്ട്. അതാണ് ഈ ഒരു മുറിക്കകത്ത് വച്ചേക്കുന്നത്. പക്ഷേ അതിനകത്തേക്ക് ഇപ്പോൾ ആളുകൾക്ക് പ്രവേശനമില്ല എന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്. ആ വഞ്ചിയാണ് കേട്ടോ ഇത്. അതേപോലെ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വെറ്റിനറി ഹോസ്പിറ്റലും ഉണ്ട്. നമ്മളത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ വീണ്ടും കാണുന്നതാണ് റിയ എന്ന് പറഞ്ഞ ഈ ഒരു പക്ഷീനെ. ഇത് ഒട്ടകപ്പക്ഷിയോടുള്ള രൂപസാദൃശ്യം കൊണ്ട് ദക്ഷിണ അമേരിക്കൻ ഒട്ടകപ്പക്ഷി എന്നും അറിയപ്പെടുന്നു എന്നാണ് പറയുന്നത്. 2 കളേഴ്സ് ഉണ്ട് കേട്ടോ ഇതിനകത്ത്. നമ്മൾ ഈ റിയ അമേരിക്കാന നമ്മൾ ഇതിനു മുമ്പ് ആദ്യം ഈ സൂയിലേക്ക് കയറിയ സമയത്ത് നമ്മൾ കണ്ടിരുന്നു. അവിടെയുണ്ട് ഇതിൻ്റെ ഒരു കൂടുണ്ട്. അപ്പം ഞാനിവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിൻ്റെ കുഞ്ഞുങ്ങളെ വിരിയിപ്പിച്ച് കുഞ്ഞുങ്ങളെയാണ് അവിടെ ഇട്ടേക്കുന്നത്. ഇത് കുറച്ച് പ്രായം ചെന്ന പക്ഷികളാണ്. ഇതിൻ്റെ കുഞ്ഞുങ്ങളെ സെപ്പറേറ്റ് ആയിട്ടാണ് അപ്പുറത്ത് ഇട്ടേക്കണതെന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. ഒരുപാട് സ്കൂൾ കുട്ടികൾ ഇന്ന് വന്നിട്ടുണ്ട് കേട്ടോ ടൂറിന് ഈ സൂ കാണാനായിട്ട്. അതിൻ്റെ സൈഡിലായിട്ട് 3D ദൃശ്യാനുഭവം ആസ്വദിക്കൂ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് വേറൊരു ദിവസം വന്ന് അത് മാത്രമായിട്ട് നമുക്ക് കാണാം കേട്ടോ. ഇതാണ് എമു. ഇവയുടെ മുട്ടയ്ക്ക് നീല കലർന്ന പച്ച നിറമാണ് ഉള്ളത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതാ എമുവിനെ നമുക്ക് കാണാം. ഇതാണ് എമു. കഴുത്ത് നന്നായിട്ട് പൊക്കാനായിട്ട് ഇതിന് പറ്റും കേട്ടോ. ഇത് ഓസ്ട്രേലിയയിൽ കണ്ടുവരുന്നതാണ് കേട്ടോ എമു. അവിടെ നിന്ന് ഇങ്ങോട്ട് നീങ്ങി വരുമ്പോൾ അടുത്തായിട്ട് നമ്മൾ കാണുന്നത് ടുട്ടു എന്ന് പറയുന്ന ഒരു മൃഗമാണ്. ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ കാണിച്ചിട്ടുണ്ട്. അതാണ് ഇതാ നിൽക്കുന്നത് കേട്ടോ. അതിനിപ്പോൾ ഇതിൻ്റെ ഈ കൂട് ക്ലീൻ ചെയ്യുന്ന ആൾക്കാർ അതിനെ കുളിപ്പിക്കുകയും കൂടി ചെയ്യുവാണ്. ഏകദേശം ഒരു വലിയ പശുവിനെ പോലെയാണ് ഇരിക്കണത് കേട്ടോ. ടുട്ടുവിനെ കണ്ടു കഴിഞ്ഞ് നേരെ മുന്നോട്ട് നടക്കുമ്പോൾ അതേ കൂടിൽ തന്നെ ഇങ്ങനൊരു പേര് വെച്ചിട്ടുണ്ട്, മിഥുൻ. ഇത് പാലിനും മാംസത്തിനും വേണ്ടി വളർത്തപ്പെടുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതിനകത്ത് മിഥുൻ എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു മൃഗത്തെയും കണ്ടില്ല. അപ്പോൾ ടുട്ടു എന്ന് പറഞ്ഞതിന് തന്നെയാണ് ഈ മിഥുൻ എന്ന് പറയുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. ഇത് തന്നെയാണ് ടുട്ടു, ഇത് തന്നെയാണ് മിഥുൻ.
അവിടുന്ന് സ്ട്രെയിറ്റ് നമ്മൾ നടന്നു വരുമ്പോൾ കാണുന്നത് മാംസ ബുക്കുകളുടെ ഒരു ബോർഡാണ്. ഇവിടെയുള്ളത് സിംഹം, കടുവ, അതുപോലെ പുള്ളിപ്പുലി, കാട്ടുപൂച്ച, ഇതെല്ലാമാണ് ഉള്ളത്. നമുക്കതൊന്ന് പോയി കണ്ടാലോ? വരൂ. ആദ്യം കാണുന്നത് കടുവയുടെ കൂടാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് കടുവേൻ്റെ കൂടാണ്. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു കടുവേനെ ആ കൂട് തുറന്ന് ബാക്ക് സൈഡിലേക്ക് വിട്ടേക്കുവാണ്. അപ്പം നമുക്ക് അപ്പുറത്തൂടി പോയാൽ അത് അവിടെ നടക്കുന്നത് കാണാം. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാവേ. ഈ കൂട് തുറന്നാണ് കടുവേനെ പുറത്തേക്ക് വിട്ടേക്കുന്നത്. അപ്പോൾ ബാക്ക് സൈഡിൽ വലിയൊരു ഏരിയ ഉണ്ട്. അവിടെയും മൊത്തത്തിൽ കൂട് തന്നെയാണ്. പക്ഷേ അത് കിടക്കാൻ മാത്രമാണ് ഈ കൂട്ടിലേക്ക് വരുന്നത്. പക്ഷെ അത് തുറന്നു കഴിഞ്ഞാൽ ഇപ്പുറത്ത് വലിയൊരു കൂടുണ്ട്. അപ്പോൾ അതിന് നടക്കാനായിട്ട് ഒരുപാട് സ്പേസ് ഉണ്ട്. അതാ നോക്കൂ. ആനിമേഷൻ വന്നിട്ടോന്നില്ലേ? വയസ്സായി ആനിമേഷൻ ലൈഫ് ഓഫ് കണ്ടില്ലേ? ലൈഫ് ഓഫ് ഞാൻ കണ്ടില്ല. എന്തൊരു ഗാംഭീര്യം നോക്കിയേ, കണ്ടിട്ട് തന്നെ പേടിയാവുന്നു അല്ലേ. ഇത് അതിനകത്ത് നീല ഒരു ചെറിയൊരു പൂള് പോലെയുണ്ട്. അതിനകത്ത് കുറച്ച് വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ആ വെള്ളത്തിലേക്ക് ഇറങ്ങുവാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ കടുവ തിരിഞ്ഞ് കിടക്കുവാണ് കേട്ടോ. നമ്മൾ ആദ്യം ഇങ്ങോട്ടേക്ക് നമ്മളെ ഫേസ് ചെയ്തായിരുന്നു കിടപ്പ്. ഇതേ തിരിഞ്ഞ് അങ്ങോട്ടേക്ക് ഫേസ് ചെയ്ത് കിടക്കുവാണ്. ഇവിടെ ഈ കൂടൊക്കെ ക്ലീൻ ചെയ്യാൻ തന്നെ ഒരു ചേട്ടനുണ്ട്. അപ്പോൾ ആ ചേട്ടനോട് ഞാൻ ചോദിച്ചു ഇതിൻ്റെ പേരെന്താന്ന്. ഈ കടുവയുടെ പേരാണ് ചന്തു എന്ന് കേട്ടോ. ചന്തു എന്നാണ് ഇതിൻ്റെ പേര്. 4 കടുവകളുണ്ടെന്ന് പറഞ്ഞു ഇവിടെ. ഒന്ന് ചന്തു, ഒന്ന് ബാലു, ഒന്ന് ഋഷി. 3 കടുവകളാണ്, 4 അല്ല കേട്ടോ, 3 കടുവകളാണുള്ളത്. 3ൻ്റെയും പേര് പറഞ്ഞു. സിംഹത്തിൻ്റെ പേര് എന്താണെന്നറിയോ? ആകാശ്. അപ്പോൾ ഇവിടെ കടുവേനെ കണ്ട ശേഷം നമ്മളിത് ആ കൂടിനകത്തും വേറൊരു കടുവയുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ 3 കടുവയുണ്ടെന്ന്. അതിൻ്റെ വേറൊരെണ്ണം ആ കൂടിനകത്താണ്. പിന്നെ ഇവിടെ ഒരു ബാരിക്കേഡുകൾ വെച്ചേക്കും, നമുക്ക് കടക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഈ കൂടിലൊരു കടുവയുണ്ട്. അത് നല്ല ഉറക്കമാണ്. അപ്പോൾ നമുക്കൊന്ന് കാണാം. ഇതിനകത്തെ ഒരു കടുവ കിടന്ന് ഉറങ്ങുവാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കടുവ ഉറങ്ങണ കാണുന്നത്. നോക്കിക്കോ. കാലൊക്കെ പൊക്കി ഒരു പ്രത്യേക രീതിയിലാണ് കേട്ടോ ഈ കടുവ കിടന്ന് ഉറങ്ങുന്നത്. നല്ല സുഖം ഉറക്കമാണ്. അതാണ് ഇങ്ങനെ നോക്കൂ. കൈയൊക്കെ ഭിത്തിയിലേക്ക് വെച്ചിട്ടാണ് കിടന്ന് ഉറങ്ങുന്നത് കേട്ടോ. ഇതിനകത്ത് അടുത്ത കടുവയാണ്. ഈ കടുവയാണ് ഋഷി. ശരിക്കും ഒരു കാട്ടിക്കൂടി നടക്കുന്നൊരു ഫീലിംഗ് അല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തതാണ് കേട്ടോ.
സിംഹത്തിന് കൊടുക്കാനുള്ള ഇറച്ചിയൊക്കെ കൊണ്ടുവന്നേക്കുന്ന വണ്ടിയാണ് കേട്ടോ ഇത്. സിംഹം, പുലി, കടുവ അവർക്ക് എല്ലാവർക്കും ഉള്ള ഇറച്ചി കൊണ്ടുവന്നേക്കുന്ന വണ്ടിയാണ് ഇത്. സിംഹം, ഏഷ്യാറ്റിക് ലയൺ ആണ്, സിംഹത്തിൻ്റെ കൂടാണ്. ഗുജറാത്തിലെ ഗിർ വനങ്ങളിൽ കണ്ടുവരുന്നു. നമുക്ക് നോക്കാം. ഇതാ സിംഹമാണ്, ഉറങ്ങി എണീറ്റ് കേട്ടോ. എന്താ സൗണ്ടാ നോക്ക്. ഇനി ഇതിനകത്ത് കാണുന്നത് പുള്ളിപ്പുലിയാണ് കേട്ടോ. ഈ പുള്ളിപ്പുലിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇരകളെ കൊന്ന് മരങ്ങളുടെ മുകളിൽ കൊണ്ടുവച്ച് കുറച്ച് കുറച്ച് തിന്നുന്ന സ്വഭാവമാണ് ഈ പുള്ളിപ്പുലിക്കുള്ളത്. പുള്ളിപ്പുലിക്ക് ഫുഡ് കൊടുക്കുവാണ് കേട്ടോ. ഓരോ കടുവയ്ക്കും പുലിക്കും എല്ലാം ഉള്ള ഭക്ഷണം കൊണ്ടുവരുന്ന ബക്കറ്റിൽ അതാത് കടുവയുടെയും പുലിയുടെയൊക്കെ പേര് എഴുതിയ ബക്കറ്റുകളിലാട്ടോ അതാത് മുറികളിലേക്ക് കൊണ്ടുപോകുന്നത്. ഞാൻ നോക്കൂ, പുള്ളിപ്പുലി ഭക്ഷണം കഴിക്കണം കണ്ടോ, ഇറച്ചിയാണ് കഴിക്കുന്നത്. പുള്ളിപ്പുലിയുടെ ആ ഒരു കൂടിൻ്റെ അവിടുന്ന് സ്ട്രെയിറ്റ് നടന്ന് റൈറ്റിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് കുരങ്ങന്മാരാണ് കേട്ടോ. ഇവർക്ക് എല്ലാവർക്കും തീറ്റയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ക്യാബേജിൻ്റെ ഇല, കടല, വെള്ളിരിക്ക ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു വലിയൊരു കുരങ്ങാട്ടോ. ഈ പുള്ളിപ്പുലിയുടെ സൈഡിലേക്കുള്ളത് മുഴുവനും കുരങ്ങന്മാരുടെ കൂടാണ്. കുരങ്ങന്മാരുടെ കൂട് കഴിഞ്ഞ് നമ്മളിത് നേരെ ലെഫ്റ്റിലേക്ക് ഇങ്ങോട്ട് തിരിയുമ്പോൾ നമ്മളിവിടെ കാണുന്നത് എന്താ നമുക്ക് നോക്കാം. ഇത് സ്വർണ്ണക്കോഴിയുടെ ഒരു കൂടാണ്. ഇതാണ് സ്വർണ്ണക്കോഴി. നമുക്ക് നോക്കാം. ദാ കൂട്ടിൽ നോക്കൂ സ്വർണ്ണക്കോഴീനെ. ഇതാണ് സ്വർണ്ണക്കോഴി. 2 എണ്ണം ഉണ്ട് കേട്ടോ കൂട്ടിൽ. വാലിനൊക്കെ ഭയങ്കര നീളം കേട്ടോ ഇതിന്. സ്വർണ്ണക്കോഴിയുടെ കൂട് കഴിഞ്ഞാൽ നേരെ പോകുമ്പോൾ തൊട്ടടുത്ത കൂടുതലാണ് ലേഡി ആംഹേഴ്സ്റ്റ് ഫെസൻറ്റ്.
അതിനെ നമുക്ക് നോക്കാം. ഇതാണ് ഇപ്പം ഞാൻ പറഞ്ഞ ലേഡി ആംഹേഴ്സ് ഫെസൻറ്റ്. ഇത് സ്വർണ്ണക്കോഴിയുടെ കൂട്ട് തൊട്ട് സൈഡിലാണ് കേട്ടോ, സൈഡിലുള്ളതാണ്. നല്ല ഭംഗിയുള്ള വാലും ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ വേറൊരു കളറും കൂടിയുണ്ട്, ഒരു ബ്രൗൺ കളറുള്ള ഒരെണ്ണം കൂടിയുണ്ട്. 2 പേരാണ് ഈ കൂടിൽ. സ്വർണ്ണക്കോഴീനെയും കണ്ട് നമ്മൾ സ്ട്രെയിറ്റ്ലി പോകുമ്പോൾ സൈഡിലൊരു മരം ഞാൻ കണ്ടു, രക്തചന്ദനത്തിൻ്റെ മരമാണ് കേട്ടോ ഇത്, റെഡ് സാൻഡൽ. അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ കാണുന്നതാണ് മീൻ മുതല. നമുക്കൊന്ന് പോയി കാണാം. മീൻ മുതലയാണ് കിടക്കുന്നത് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ, കാരണം വെള്ളമൊക്കെ ഒരുപാട് അഴുക്ക് വീണ് കിടക്കുന്നതുകൊണ്ടാണ് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തത്. പക്ഷെ ഒന്ന് സൂക്ഷിച്ച് നോക്കൂ, കാണാൻ പറ്റും കേട്ടോ മീൻ മുതലേനെ. ഇതാണ് മീൻ മുതല. ഈ മീൻ മുതലകളുടെ പ്രത്യേകത, മൂക്കിന് മുകളിലായി ആൺമുതലകളിൽ ഒരു മുഴ കാണപ്പെടുന്നുണ്ട്. മീൻ മുതലിനെ കാണുന്നത് ഇവിടെയാണ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്കൊരു സ്ലോപ്പ് പോലെയുണ്ട്. നമ്മൾ ഈ സ്ലോപ്പ് ഇറങ്ങിക്കഴിഞ്ഞ് നേരെ വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ മുഴുവനും വീണ്ടും കുറേ മങ്കീസിൻ്റെ കൂടുകളാണ്. ഈ സൈഡെല്ലാം കുരങ്ങന്മാരുടെ കൂടുകളുണ്ട്. അത് നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നാൽ ഇവിടെ കാണുന്നത് എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കിയാലോ. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ കാണുന്നതാണ് കാട്ടുതാറാവ്. വേറൊരു പേരാണ് ചെറുചുള്ളൻ എരണ്ട എന്നാണ്. കാട്ടുതാറാവിനെ കാണാം, നോക്കിക്കോളൂ. ഇതാ ഇവിടെയുണ്ട്. ഇതാണ് കാട്ടുതാറാവ്, കണ്ടോ. അതേ കൂട്ടിൽ തന്നെയുള്ളത് പിന്നെ വെള്ളക്കൊക്കും പാതിരാക്കൊക്കുമാണ്. അപ്പം വെള്ളക്കൊക്ക് ഇതാ ഇരിക്കുന്നുണ്ട്. ഇതാണ് വെള്ളക്കൊക്ക്. വെള്ളക്കൊക്കെന്ന് പറഞ്ഞാൽ പകുതി മാത്രമേ വൈറ്റ് ഉള്ളൂ, ബാക്കി അതിൻ്റെ വാൽഭാഗത്തേക്ക് ബ്ലാക്ക് ആട്ടോ. പക്ഷെ മുകളിലാണ് കയറി ഇരിക്കുന്നത്. വെള്ളക്കൊക്ക്. പിന്നെ പാതിരാക്കൊക്ക് അതെവിടെയാണെന്ന് നോക്കട്ടെ. ഇതിനകത്ത് കാണുന്നില്ല, ഞാനൊന്ന് നോക്കട്ടെ. ഇവിടെ ഇരിക്കുന്നത് കണ്ടോ, ഇതാണ് പാതിരാക്കൊക്ക്, ആ ചെറുത് കേട്ടോ. അതാണ് പാതിരാക്കൊക്കെ. ഇതൊക്കെ മരത്തിൻ്റെ ഏറ്റവും മുകളിലായിട്ടാണ് കയറിയിരിക്കുന്നത് കേട്ടോ. അതിൻ്റെയും കുറച്ച് മുകളിലായിട്ട് കണ്ടായിരുന്നോ 2 മയിലുകൾ ഇരിക്കുന്നത്? കാണാൻ പറ്റുന്നുണ്ടാവില്ല, വളരെ ഉയരത്തിലാണ്. മയിലുകളും ഇവിടെയുണ്ട്. അപ്പോൾ ഈ കൂടിനകത്തുള്ളത് കാട്ടുതാറാവ്, പാതിരാക്കൊക്ക്, പിന്നെ മയിലുകൾ, പിന്നെ വെള്ളക്കൊക്ക്. നമ്മൾ വെള്ളക്കൊക്കിനെയും പാതിരാക്കൊക്കിനെയും മയിലിനെയൊക്കെ കണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് നടന്ന് പിന്നെ ഈ റൈറ്റിലേക്ക് ഇങ്ങോട്ട് തിരിയുമ്പോൾ ഒരുപാട് ഇങ്ങനെ വള്ളി പോലത്തെ മരങ്ങളൊക്കെ ഉണ്ട്. ഇനി നമ്മൾ കയറാൻ പോകുന്ന സ്ഥലം ഉരകങ്ങളുടെ സ്ഥലമാണ്. അതായത് ഇഴജന്തുക്കളുടെ, പാമ്പുകളുടെ ഒരുപാട് വെറൈറ്റികളുടെ സ്ഥലത്തേക്കാണ് നമ്മളിനി പോകുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ റെപ്റ്റൈൽ ഹൗസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഉരകഗ്രഹം, അതായത് മൂർക്കൻ, അണലി, രാജവെമ്പാല, ശംഖുവരയൻ, പെരുമ്പാമ്പ് ഇവയെല്ലാമാണ് ഇവിടെ ഉള്ളത്. നമുക്കൊന്ന് കയറി നോക്കിയാലോ. അപ്പോൾ നമ്മൾ ഈ റെപ്റ്റൈൽസിനെ അതായത് ഉരകങ്ങളെ കാണാനായിട്ട് വരുമ്പോൾ ഇവിടെ ഒരു കുത്തനെയുള്ളൊരു പടിയുണ്ട്. അതിൽ കൂടി ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഇവിടെയുള്ളതാണ് മലമ്പാമ്പ്. നമുക്ക് മലമ്പാമ്പിനെ കാണാം. വരും. മലമ്പാമ്പിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് ഒരു വലിയൊരു ഏകദേശം ഒരു വീടെന്ന് തന്നെ പറയാം, അങ്ങനെയാണ് കേട്ടോ സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് നല്ലപോലെ ചില്ലൊക്കെ ഇട്ട് പൂട്ടി അകത്ത് നല്ലൊരു സീനറി ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു കരിങ്കല്ലൊക്കെ ഉള്ള ഒരു അരുവി പോലെ സെറ്റ് ചെയ്തേക്കാണ്. വെള്ളമൊക്കെ ഒഴുകി ചില ചെടികളൊക്കെ വെച്ച് നോക്കും. മലമ്പാമ്പിനെ നമുക്ക് കാണാം. നോക്കും, കിടക്കുന്നു കേട്ടോ. ഏറ്റവും മുകളിൽ ആ വെള്ളം കുത്തി ഒഴുകുന്നതിൻ്റെ അവിടെയാണ് പാമ്പ് ചുരുണ്ട് കിടക്കുവാണ്. കാണാൻ പറ്റുന്നതായിരിക്കും അല്ലേ. ഇതാണ് മലമ്പാമ്പ്. ആ വെള്ളം കുത്തി ഒഴുകുന്നതിൻ്റെ അവിടെ തന്നെയാണ് കേട്ടോ. ചുരുണ്ട് കിടക്കുവാണ്. അതിൻ്റെ തല അതിനകത്തേക്ക് വെച്ച് മൂക്കിൻ്റെ ഭാഗം മാത്രം ഇത്തിരി പൊക്കി വെച്ചേക്കുവാണ്. കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ അല്ലേ. ഇതാണ് മലമ്പാമ്പ്.
നല്ല ഭംഗിയുള്ള വെള്ളം ഒഴുകുന്ന ഒരു ഇതിലൊക്കെ വെച്ചേക്കുന്നത്. അതിനകത്താണ് മലമ്പാമ്പിന് ഇട്ടേക്കുന്നത്. ഏറ്റവും മുകൾഭാഗത്തായിട്ടാണ് മലമ്പാമ്പ് ഇരിക്കുന്നത് കേട്ടോ. കണ്ടുല്ലോ അല്ലേ? മലമ്പാമ്പിനെ കണ്ടിട്ട് അതിന് മാത്രം സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ ഒരു വീട് പോലെ വെച്ചേക്കുവാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി ലെഫ്റ്റിലേക്ക് നമുക്ക് ഇറങ്ങാം. ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഉരകങ്ങളുടെ എല്ലാ ടൈപ്പ് ഉരകങ്ങളും ഇതിനകത്തുണ്ട്. നമുക്ക് അതിനകത്തേക്ക് കയറാം. സ്ലോപ്പ് ഇങ്ങനെ ഇറങ്ങി വന്ന് ഇവിടെയാണ് എല്ലാ ടൈപ്പ് പാമ്പുകളും ഉള്ളത്. ഇത് മൂർഖനാണ് ആദ്യത്തേത്, നമുക്ക് കാണാം. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഏറ്റവും മൂലക്കിലായിട്ടാണ് വളഞ്ഞു കിടക്കുന്നത്. ഇവയ്ക്ക് എല്ലാവർക്കും കുടിക്കാനായിട്ട് ഒരു വെള്ളം വെച്ചിട്ടുണ്ട് ഒരു ചട്ടിക്കകത്ത്. പിന്നെ ഒരു കമ്പും ഉണ്ടാവും കേട്ടോ അവർക്കൊന്ന് കയറാനൊക്കെ ആയിട്ട്. ഇത് മൂർഖനാണ്. അതേപോലെ തന്നെ ഇത് ചേര. ഇവിടെ മൂർഖൻ ഒരുപാടുണ്ട് കേട്ടോ. ഒരു 5-6 മൂർഖനുണ്ട് ഇതിനകത്ത്. മീൻസ് ഓരോ കൂടിലും ഓരോ മൂർഖനാണ്, പക്ഷെ 5-6 കൂടുകളുണ്ട് മൂർഖൻ്റെ മാത്രമായിട്ട്. കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാൻ. ഇനി അടുത്ത കൂടിലേക്ക് നമുക്ക് നോക്കാം. ഇനി അടുത്ത പാമ്പ് നീർക്കോലിയാണ്. അതെന്താ വെള്ളം കുടിക്കാനുള്ള ഒരു തടം പോലെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ വളഞ്ഞു കിടക്കുകയാണ് കേട്ടോ. ഒന്ന് നോക്കുമോ? മനസ്സിലാവത്തേ ഇല്ല, അതിൻ്റെ സൈഡിലാണ് കിടക്കുന്നത് കേട്ടോ. ഇനി ഇതേ വീണ്ടും അടുത്ത കൂടിന് മൂർഖനാണ്. ഇനി നമുക്ക് അടുത്ത കൂട് നോക്കാം. ഇത് കണ്ടോ? ഇത് മൂർഖനാണ്. ഇത് ആ മരത്തിലാണ് കേട്ടോ. അകത്തൊരു മരത്തിലാണ്. കണ്ടോ? കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ അല്ലേ? അതിനൊരു പ്രത്യേകതയുണ്ട്. അത് ഈ പാമ്പുകൾ അവരുടെ ആ തൊലി ഉരിഞ്ഞു കളയാന്ന് കേട്ടിട്ടുണ്ടോ? ആ തൊലിയാണ് അവിടെ കിടക്കുന്നത് കേട്ടോ. നോക്കൂ, ആ കരിങ്കലിൻ്റെ മുകളിൽ കാണുന്നത് ആ പാമ്പിൻ്റെ തോലാണ് കേട്ടോ. അത് ഉരിഞ്ഞു കളഞ്ഞേക്കണതാണേ. ആ മരത്തിൻ്റെ ആ ചില്ലിയിലുണ്ട് പാമ്പ്. ഇത് മൂർഖൻ തന്നെയാണ്. അടുത്ത മൂർഖനാണിത്. ഇതടുത്തത് അണലിയാണ്. ചുരുണ്ട് കൂടി കിടക്കുവാണ് കേട്ടോ അണലിയൊക്കെ. കണ്ടിട്ട് തന്നെ വല്ലാതെ പേടിയാവുന്നു അല്ലേ?
ഇത് റാറ്റ് സ്നേക്ക് എന്ന് പറയും, ചേര എന്നാണ് മലയാളത്തിൽ. അത് ഇതാ ആ ചട്ടിക്കകത്തുണ്ട്, ചെടിച്ചട്ടി പോലെയില്ല, അതിനകത്ത് കിടക്കുക കേട്ടോ. ഇനി അടുത്തത് പച്ചിലപ്പാമ്പ്. അത് പച്ച കളറായിരിക്കും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ കാണിക്കുന്ന മരത്തിൻ്റെ ചെറിയൊരു തടി വെച്ചിട്ടുണ്ട്, അതിനകത്ത് മണി പ്ലാന്റ് പോലത്തെ ചെടി വെച്ചിട്ടുണ്ട്. മോൾ ഭാഗത്താണ് പച്ചിലപ്പാമ്പുകൾ. ഒന്ന് ശ്രദ്ധിച്ചൊന്ന് നോക്കാവോ? അതാണ് കേട്ടോ, പാമ്പാണ് അത്. വീണ്ടും അടുത്ത മൂർഖനാണ് അടുത്ത കൂടിലുള്ളത്. കാണാൻ പറ്റുന്നുണ്ടാവും, ആ കല്ലിൻ്റെ ബാക്ക് സൈഡിലാണ് കേട്ടോ. ഇനി അടുത്തത്, അതും അടുത്ത കൂട്ടിൽ മൂർഖൻ തന്നെയാണ്. മൂർഖൻ ഒരു ചട്ടിക്കകത്ത് വെള്ളം വെച്ചിട്ടുണ്ട്, ആ വെള്ളത്തിനകത്താണ്. ഒന്ന് സൂക്ഷിച്ച് നോക്കാവോ? ചൂട് കാരണം തോന്നുന്നു ഇത് വെള്ളത്തിൽ കയറി കിടക്കുന്നത് കേട്ടോ. വളഞ്ഞു കൂടി കിടക്കുക, തല മാത്രം പുറത്ത് വെച്ചേക്കുവാണേ. മൂർഖനാണേ. അടുത്ത പാമ്പ് ശംഖുവരയനാണ് കേട്ടോ. ആ ചട്ടിയുടെ താഴത്ത് വെള്ളം കുടിക്കുന്ന, വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുന്ന ചട്ടിയുടെ താഴത്തുണ്ട് കേട്ടോ. ഇതാണ് ശംഖുവരയൻ. അതിൻ്റെ തല കണ്ടല്ലോ അല്ലേ, ആ ചട്ടിയുടെ സൈഡിലായിട്ടാണ് കേട്ടോ. അതാ കല്ലിൻ്റെയും ചട്ടിയുടെയും സൈഡിലായിട്ടാണ് തലയുള്ളത്. അടുത്ത കൂടുതൽ മൂർഖൻ തന്നെയാണ്. അതേ ആ ഒരു കമ്പ് പോലെ വെച്ചിട്ടില്ല, അതിൻ്റെ ബാക്ക് സൈഡിൽ അറ്റത്തുണ്ട്. തല ഇപ്പുറത്തെ സൈഡിലും എൻ്റെ ഉടല് ഇപ്പുറത്തെ ഭാഗത്തുമായിട്ടാണ്. അടുത്തത് മണ്ണിലെ പാമ്പാണ്. മണ്ണിനകത്ത് പൂഴ്ന്ന് കിടക്കുന്നതാണ്. കാണാൻ പറ്റുമെന്നൊന്ന് നോക്കണേ. അതാണ് കേട്ടോ. വീണ്ടും അടുത്ത കൂടിൽ മൂർഖനാണ്. നമ്മുടെ ഒരു ചെടിച്ചട്ടി വെച്ചേക്കുന്നുണ്ടോ, അതിൻ്റെ സൈഡിലുണ്ട്. തല ഇപ്പുറത്തെ സൈഡിലായിട്ടാണ്, ബാക്കി ഉടൽ ഇപ്പുറത്തെ ഭാഗത്ത് വളച്ച് വെച്ചേക്കാണ് കേട്ടോ. അടുത്തത് ഇതേപോലെ തന്നെ മൂർഖനാണ്. അത് നോക്കൂ, ആ ഒരു മരക്കമ്പിൻ്റെ മുകളിലുണ്ട് കേട്ടോ. അത് നീങ്ങുന്നത് ഒന്ന് നോക്കണേ. നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ളൊരു കൂടിൽ ഒരു ആമേനെ ഇട്ടേക്കാണ് കേട്ടോ. വലിയൊരു കൂടൊക്കെയാണ്, പക്ഷെ മൂലയ്ക്കിലൊരു ചെറിയൊരു ആമയുണ്ട്. ചെറുതല്ല, ഒത്തിരി വലിപ്പമുള്ളൊരു ആമയുണ്ട്, അത്രയേ ഉള്ളൂ. നമ്മളിങ്ങോട്ട് ആമേനെ കണ്ടിട്ട് വരുമ്പോൾ ഇവിടെ വേറൊരു ബോർഡ് വെച്ചിട്ടുണ്ട്, മണ്ണൂലിപ്പാമ്പ്. അത് കിടക്കണം എങ്ങനെയാണ്, എവിടെയാണെന്ന് നോക്കിക്കൊണ്ട്. മണ്ണിനടിയിൽ പൂഴ്ന്നാണ് കിടക്കുന്നത്. കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഇതാ ഇതാണ് മണ്ണൂലിപ്പാമ്പ്. എല്ലാവർക്കും വെള്ളവും ചരലും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിനകത്ത്. ഇനി വേറെ ഒരു മൂർഖൻ കൂടിയുണ്ട്. ആ കരിങ്കലിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് കേട്ടോ. വലിയ മൂർഖനാണത്.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കണ്ട പാമ്പുകളുടെ വർഗ്ഗങ്ങൾ. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഒരു സ്ലോപ്പ് പോലെയാണ്. അതിൻ്റെ സൈഡിൽ കുറേ ആമകളുടെ ഒരു ചെറിയൊരു അക്വേറിയം പോലെയുള്ള അക്വേറിയം. അതിൻ്റെ താഴത്തെ ഒരു ടാങ്ക് പോലെ നിറച്ച ആമകളാണ് കേട്ടോ. അത് കഴിഞ്ഞ് നേരെ മുന്നോട്ടേക്ക് ഇറങ്ങുമ്പോൾ ഉടുമ്പ്, അതാണ് അടുത്ത്. ഉടുമ്പിനെ കാണാം. ഇതാണ് കേട്ടോ ഉടുമ്പ്. ഇതിൻ്റെ വാലിന് പ്രത്യേകതയുണ്ട് കേട്ടോ ഈ ഉടുമ്പിൻ്റെ. ഞാനിപ്പോൾ പറയാം. ഉടുമ്പ് ആ ഒരു ബ്രൗൺ മരത്തലയുടെ മുകളിലാണ്. അതേ കളറായതുകൊണ്ട് കാണാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. ഒന്ന് ശ്രദ്ധിച്ചൊന്ന് നോക്കിയാൽ കാണാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഉടുമ്പിൻ്റെ വാലിനൊരു പ്രത്യേകതയുണ്ടെന്ന്. അതെന്ന് വെച്ചാൽ പേടിപ്പെടുത്തിയാൽ വാൽ ചാട്ട പോലെ ചുഴറ്റി അടിച്ച് ശത്രുവിനെ ഓടിക്കാറുണ്ട്. അതാണ് ഇതിൻ്റെ വാലിൻ്റെ പ്രത്യേകത കേട്ടോ. ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് രാജവെമ്പാലയെ പറ്റി. ദക്ഷിണേഷ്യയിലെ മഴക്കാടുകളിൽ കണ്ടുവരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ വിഷപ്പാമ്പ്. മുട്ടയിടാനായി കൂട് നിർമ്മിക്കുന്ന ഏക പാമ്പാണെന്ന് പറയുന്നു രാജവെമ്പാല. അപ്പോൾ ഉടുമ്പിനെയും കണ്ട് അതെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ സൈഡിൽ തന്നെ ഉടുമ്പിൻ്റെ കൂടാണ്. നമ്മൾ ഫ്രണ്ടിൽ നോക്കിയതാണ്. ഇപ്പോൾ അതേ സൈഡിൽ നിന്നുള്ള ദൃശ്യം ഇതാ കേട്ടോ. കണ്ടോ, സൈഡിൽ നിന്ന് എനിക്കൊന്നും കുറച്ചുകൂടി നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്നല്ലേ. ഇവിടെ നമ്മൾ വരുമ്പോൾ കാണുന്നതേ ഈ പാമ്പുകളുടെ കുറേ ഡീറ്റെയിൽസ് എഴുതിയേക്കാണ്. ഏറ്റവും വിഷം കൂടിയ പാമ്പ്, ഏറ്റവും ചെറിയ പാമ്പ്, അതുപോലെ ഏറ്റവും നീളം കൂടിയ വിഷമുള്ള പാമ്പ്, അങ്ങനെയൊക്കെ പറഞ്ഞ് പാമ്പുകളുടെ കുറേ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്. ഏറ്റവും ലോങ് ആയിട്ടുള്ള വിഷമുള്ള പാമ്പ് കിങ് കോബ്രയാണ് കേട്ടോ. അത് ഇന്ത്യയിലും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും ഒക്കെയാണ് കാണപ്പെടുന്നത്. ഏറ്റവും ചെറിയ പാമ്പെന്ന് ഇവർ പറയുന്നത് ത്രെഡ് സ്നേക്ക്, നൂൽപ്പാമ്പ്, അതാണ് ഏറ്റവും ചെറിയ പാമ്പ്. അങ്ങനെ പാമ്പുകളുടെ കുറേ വിശദ വിവരങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് പോകുന്ന പാമ്പ് അത് മാമ്പയോ അങ്ങനെന്തോ പേര് അത്. പിന്നെ ഏറ്റവും കൂടുതൽ വലിയ നീളം കൂടിയ വായുവലിപ്പമുള്ള പാമ്പാണ് അണലി. അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞതാ ഇങ്ങോട്ടേക്ക് നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ ക്യാൻറ്റീനാണ്. ഇവിടെ എല്ലാ ഭക്ഷണവും അവൈലബിൾ ആണ് കേട്ടോ. ചായ, കാപ്പി, കൂൾ ഡ്രിങ്ക്സ്, ഐസ്ക്രീം, ഊണ്, ബിരിയാണി, അങ്ങനെ എല്ലാം ലഭ്യമാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പുറത്തേക്ക് ഇറങ്ങാം. ഇത് ഇത്രേ ഉള്ളൂ. നമ്മുടെ റെപ്റ്റൈൽസിൻ്റെയാണ് ഏറ്റവും ലാസ്റ്റ് ഭാഗം. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞുമ്പോൾ നമുക്ക് ഈ കടയിൽ നിന്ന്, ഈ ക്യാൻറ്റീനിൽ നിന്ന് വെള്ളമൊക്കെ വാങ്ങിച്ചിട്ട് അകത്തേക്ക് കയറാം. പക്ഷേ വെള്ളം വാങ്ങിക്കുമ്പോൾ നമ്മൾ ഇവിടെ ഒരു ക്ലോക്ക് റൂമുണ്ട്. അവിടെ ഈ വെള്ളം കൊടുത്തിട്ട് ഒരു സ്റ്റിക്കർ നമുക്ക് അവർ ഫിക്സ് ചെയ്ത് തരും. ആ സ്റ്റിക്കർ ഫിക്സ് ചെയ്ത ശേഷം ഇതാണ് ആ ക്ലോക്ക് റൂം. സ്റ്റിക്കർ ഫിക്സ് ചെയ്തിട്ട് നമ്മൾ 20 റുപ്പീസ് കൂടി കൊടുക്കണം. നമ്മൾ വെള്ളം കുടിച്ച ശേഷം, ഇതിനകത്ത് നമുക്ക് വെള്ളം കൊണ്ടുപോകാം. ഇത് കുടിച്ച ശേഷം നമ്മൾ ആ കാലി ബോട്ടിൽ ഇവിടെ തിരിച്ചു കൊണ്ട് കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച 20 രൂപ തിരിച്ചു തരും. കാരണം ഈ ബോട്ടിലൊന്നും ഇതിനകത്ത് ഇടാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു രീതി അവർ ചെയ്യുന്നത്. പിന്നെ പുറത്തുനിന്നുള്ള ഭക്ഷണമൊന്നും അലൗഡ് അല്ല. ബാഗൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് അവർ അകത്ത് കയറ്റുന്നത് കേട്ടോ. തിരിച്ച് നമ്മൾ വീണ്ടും അതിൻ്റെ എൻട്രൻസിലേക്ക് വന്നു. ഇതാണ് തൃശ്ശൂരിലെ സൂ. എങ്ങനെയുണ്ടായിരുന്നു? ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റിയോ? ഇവിടെ എന്തോ വന്യജീവി വാരാഘോഷമൊക്കെ നടക്കുവാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു, ഇല്ലേ?
അപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യുവാണ് കേട്ടോ. ഹലോ, അങ്ങനെ നമ്മൾ തിരിച്ചെത്തി. എങ്ങനെയുണ്ടായിരുന്നു? നല്ല അടിപൊളി ഡെസ്റ്റിനേഷൻ പോയിന്റ് അല്ലായിരുന്നോ? എത്ര മൃഗങ്ങളെയാണ് നമ്മൾ കണ്ടത് ഇല്ലേ? എനിക്ക് പ്രത്യേകിച്ചും ആ കടുവേനെയും ആ സിംഹത്തിനെയൊക്കെ അതിൻ്റെ ഗാംഭീര്യമൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്ത് വലിപ്പമുള്ള കടുവ അവിടെ അല്ലേ, ശരിക്കും പേടിയാവും കണ്ടാൽ. നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. അതുപോലെ പാമ്പുകളുടെ വർഗത്തിലാണെങ്കിലും ഒരുപാട് വെറൈറ്റി പാമ്പുകളും, ശരിക്കും മൃഗങ്ങളെയും അതുപോലെ ഈ ഇഴജന്തുക്കളെയും എല്ലാം കണ്ട് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്താണ് നമ്മൾ തിരിച്ചെത്തിയത്. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നത് ഇല്ലേ? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് ഇടാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വൈൻഡപ്പ് ചെയ്താലോ? നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ. സ്റ്റേ ഹാപ്പി ഓൾവേസ്. ബൈ.